ഇടുക്കി ജില്ലയിൽ ആദ്യമായി വിശ്വമംഗളാർത്ഥം അഷ്ടലക്ഷ്മി മഹായാഗം നടക്കുന്നു. അടിമാലി ദേവിയാർ കിരാത ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലാണ് ജനുവരി 23 മുതൽ ഫെബ്രുവരി 2 വരെ 8 ദിവസത്തെ വിശേഷാൽ പൂജകളോടുകൂടി മഹായാഗം നടക്കുക. അഷ്ടദിനയാഗത്തിന് ഇന്ന് തുടക്കമായി. ഇടുക്കി ജില്ലയിൽ ആദ്യമായാണ് അഷ്ടലക്ഷ്മി മഹായാഗം നടക്കുന്നത്. അടിമാലി ദേവിയാർ കിരാത ചാമുണ്ടേശ്വരി ക്ഷേത്രസന്നിധിയിൽ നടക്കുന്ന മഹായജ്ഞത്തിന്റെ ഭാഗമാകുവാനായി നിരവധി ഭക്തരാണ് എത്തിയത്. അഗ്നിജനനത്തോടു കൂടിയാണ് യാഗം ആരംഭിച്ചത്. 8 ദിനങ്ങളിലായി ശ്രീ മഹാഗണപതി ഹോമം, ശ്രീ മഹാവിഷ്ണു ഹോമം, ശ്രീ രുദ്രഹോമം, സുദർശന ഹോമം, കുബേരപൂജ, കുമാരി പൂജ, ലക്ഷ്മി നാരായണ പൂജ, ഗരുഡ പൂജ, യക്ഷി പൂജ എന്നീ വിശേഷാൽ പൂജകൾ ഈ യാഗത്തിന്റെ സവിശേഷതയാണ്. ബ്രഹ്മശ്രീ വേദാഗ്നി അരുൺ സൂര്യ ഗായത്രിയാണ് അഷ്ടലക്ഷ്മി മഹായാഗത്തിന്റെ മുഖ്യ യജ്ഞാചാര്യൻ. കൂടാതെ നിരവധി പണ്ഡിത ശ്രേഷ്ഠന്മാരും യാഗകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നു. ധനലാഭത്തിനും ഐശ്വര്യത്തിനും ഭൗതിക നേട്ടത്തിനും വേണ്ടിയാണ് മഹാലക്ഷ്മി യാഗം നടത്തിയിരുന്നത്. ആദിപരാശക്തിയായ ശ്രീ പാർവതി ദേവിയെ പൂജിച്ച് അനുഗ്രഹം സിദ്ധിക്കുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് അഷ്ടലക്ഷ്മി യാഗമെന്നാണ് പറയപ്പെടുന്നത്. ആദിലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, വീരലക്ഷ്മി, വിജയലക്ഷ്മി, വിദ്യാലക്ഷ്മി എന്നിങ്ങനെ 8 ഭാവങ്ങളെയാണ് 8 ദിനങ്ങളിലായി ഇവിടെ പൂജിക്കുന്നത്. യാഗവേദിയിലെത്തിയ അഹോരി സ്വാമികളെ തന്ത്രിമാരും ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു. ഈ ഉൾഗ്രാമത്തിൽ ഇത്രയും വലിയ സംഭവം ചെയ്യുക നടത്തുക എന്നുള്ളതും ചെറിയ കാര്യമില്ല. കിരാത ചാമുണ്ടേശ്വരി ക്ഷേത്രം അതിനൊരു കാരണമായോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൽ പങ്കുചേർന്ന ഓരോ ഭക്തനും ഇവിടെ വരാൻ പോകുന്ന ഓരോ ഭക്തനും ഇതിൻ്റെ ഗുണം, ഐശ്വര്യം, അഭിവൃദ്ധി ഉണ്ടായിരിക്കും തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ നെഗറ്റീവ് പോയി പോസിറ്റീവ് ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെയുള്ള മാലിന്യങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കി ശുദ്ധീകരിച്ച് നാളെ നല്ലൊരു തലമുറ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കൂടിയാണ്. ഇടുക്കി അടിമാലി ദേവിയാർ കിരാത ചാമുണ്ടേശ്വരി ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന അഷ്ടലക്ഷ്മി മഹായാഗത്തിൻ്റെ പ്രഥമ ദിവസമാണിന്ന്. ഇന്ന് അഗ്നിജനനത്തോടുകൂടി യാഗം ആരംഭിച്ചിരിക്കുകയാണ്. വിശിഷ്ടമായ അഘോരി സ്വാമികളുടെയും പ്രഭാകരാനന്ദ സ്വാമിയുടെയും ചിദാനന്ദപുരി സ്വാമിയുടെ ദീപപ്രവചനത്തോടും അനേകം ആളുകളുടെ വിശേഷമായ പങ്കെടുക്കലോടുകൂടി ഭക്തൻ തന്നെ യജമാനനും ആചാര്യനുമാകുന്ന യാഗം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും ഈ യാഗത്തിൽ സംബന്ധിച്ച് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതമാണെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ ശരണം, ദേവീ ശരണം. ജനുവരി 23 മുതൽ ഫെബ്രുവരി 2 വരെയാണ് അഷ്ടലക്ഷ്മി മഹായാഗം നടക്കുക. ഭദ്രദീപ പ്രജ്വലനം പരംപൂജ്യ ചിദാനന്ദപുരി സ്വാമി നിർവഹിച്ചതോടെയാണ് യാഗത്തിന് തുടക്കമായത്. 1000 ഏക്കർ ദേവി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേക പൂജകൾ ചെയ്ത മഹാലക്ഷ്മി വിഗ്രഹം സുബ്രഹ്മണ്യൻ വെളിച്ചപ്പാടിന്റെ അകമ്പടിയോടെ യാഗഭൂമിയിലേക്ക് യാഗപൂർവ്വ ദിനത്തിൽ എത്തിച്ചിരുന്നു. അഷ്ടദിനയാഗത്തിന്റെ 1-ാം ദിനമായ ഇന്ന് മഹാഗണപതി ഹോമത്തോടെയാണ് പൂജാതി കർമ്മങ്ങൾ ആരംഭിച്ചത്. യാഗദേവതയ്ക്ക് അഭിഷേകവും നിവേദ്യവും അർപ്പിച്ച ശേഷം മൃത്യുഞ്ജയ ഹോമം, ലക്ഷ്മി നാരായണ ഹോമം എന്നിവയ്ക്ക് പിന്നാലെയാണ് അരണിക്കടഞ്ഞ് അഗ്നിസമ്പാദനം നടത്തി അഷ്ടലക്ഷ്മി യാഗത്തിന് സമാരംഭം കുറിച്ചത്. തുടർന്ന് ആദിലക്ഷ്മി യാഗം നടന്നു. സോപാന സംഗീതം, ലഘുപൂർണാഹുതി, മംഗളാരതി, ആചാര്യന് വെച്ച നമസ്കാരം എന്നിവയ്ക്ക് ശേഷം പ്രസാദ ഊട്ടുമുണ്ടായിരുന്നു. സമൂഹ മൂലമന്ത്ര ജപം ആരംഭം, ലളിതാ സഹസ്രനാമം, കനകധാര സ്തോത്രപൂജ, രാജഗോപാല പൂജ, യക്ഷിയമ്മയ്ക്ക് വിശേഷാൽ പൂജ, യാഗശാലയിൽ ദീപാരാധന, കളംപാട്ട്, ഭഗവതി സേവ, തിരിയൊഴിച്ചിൽ, പൂർണാഹുതി, തുടർന്ന് മംഗളാരതിയും നടക്കും. അഷ്ടാവധാന സേവ, പ്രസാദ വിതരണം എന്നിവയ്ക്ക് പിന്നാലെ ആചാര്യന് വെച്ച നമസ്കാരത്തോടുകൂടി അഷ്ടദിനയാഗത്തിന്റെ 1-ാം ദിനം പൂർണ്ണമാകും. ചടങ്ങിൽ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു P കുര്യാക്കോസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ MA അൻസാരി, ഉഷ രാമകൃഷ്ണൻ, ബേബി അഞ്ചേരി, മറ്റ് ജനപ്രതിനിധികൾ, അയ്യപ്പ സേവാ സംഘം കേന്ദ്ര കമ്മിറ്റി അംഗം സുരേഷ് PV, ജനറൽ കൺവീനർ കൃഷ്ണകുമാർ KS, മുഖ്യ രക്ഷാധികാരി സ്വാമി പരമപൂജ്യ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ്, യാഗബ്രഹ്മൻ കൈലാസി ഡോക്ടർ BK അശോക് കുമാർ, ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ത്രിവിക്രമൻ നാരായണ ഭട്ടതിരി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ആരാധനാലയവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിപ്പെടുകയും ഇവിടെ പ്രാർത്ഥനയാക്കുകയും ചെയ്യുന്ന അനേക ആയിരങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രകാരമുള്ള ഒരു മഹായാഗം സംഘടിപ്പിക്കപ്പെടുന്നത് ആ നിലയിൽ തന്നെ ഏറ്റവും ആശ്വാസകരമാണ്. ആ നിലയിലുള്ള ചടങ്ങുകൾ പുരോഗമിക്കുന്ന ഈ അവസരത്തിൽ നമ്മളെല്ലാവരെയും വിവാദം ചെയ്യാൻ സാധിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു.
ന്യൂസ് ബ്യൂറോ, അടിമാലി.